ആരംഭിക്കാം. 71 ശ്ലോകം 71. ഭക്തേഷു ഗോവിന്ദസ്വരൂപദർത്രീം പ്രേമൈകകർത്രീം ഭവരോഗഹന്ത്രീം സ്വാത്വഞ്ജനിഷ്ഠസ്സുതൈരസംശ്രയ നിരന്തരം വൈഷ്ണവമാനസാനി. ഭക്തേഷു ഗോവിന്ദസ്വരൂപദർത്രീം പ്രേമൈകകർത്രീം ഭവരോഗഹന്ത്രീം സാത്വഞ്ജനിഷ്ഠന്ത സുതൈരസംശ്രയ നിരന്തരം വിഷ്ണവമാനസാനി. ഭക്തിയുടെ വൈഭവത്തെ പ്രശംസിച്ചുകൊണ്ട് സനകാദികൾ സ്ഥാനത്തെ നിർദ്ദേശിക്കുന്നു. ഹരിദാസന്മാരിൽ ശ്രീ ഗോവിന്ദരൂപത്തെ ധരിക്കുന്നവളും പ്രേമത്തെ മാത്രം ജനിപ്പിക്കുന്നവളും ജന്മമരണ പ്രവാഹം രൂപമായ സംസാരരോഗത്തെ ഹനിക്കുന്നവളുമായ ആ സുപ്രസിദ്ധയായ ഭവതി ശോഭനമായ ധൈര്യത്തെ അവലംബിച്ചിട്ട് ഭവൽ ഭക്തന്മാരുടെ മാനസങ്ങളിൽ നിരന്തരം വസിച്ചുകൊള്ളുക. ഭവതിയുടെ വാസം നിമിത്തം നിറഞ്ഞിരിക്കുന്ന ആ മാനസങ്ങളിൽ ഇതര വൃത്തികൾക്ക് ഇരിപ്പാൻ സ്ഥലം കൊടുക്കാതിരിക്കത്തക്കവണ്ണം ഇടവിടാതെ വസിക്കുക. നിരന്തരം അന്തരം കൂടാതെ തരം അവകാശം സ്ഥലം. ഭക്തന്മാരുടെ മനസ്സിൽ അണുമാത്രം സ്ഥലവും വിടാതെ വസിച്ചുകൊള്ളുക. ശ്ലോകം 72. അതോ വിദോഷ പരിജായിമേ ത്വാം ദ്രഷ്ടും ന ശക്താ പ്രഭവോ വിലോകേ ഏവം ദദാജ്ഞാവസരേ വിഭക്തി സദാ നിഷണ്ണാ ഹരിദാസചിത്തേ. അതോ വിദോഷ കലിജായിമേ ത്വാം ദ്രഷ്ടും ന ശക്താ പ്രഭവോ വിലോകേ ഏവം തദാജ്ഞാവസരേ വിഭക്തി സദാ നിഷണ്ണാ ഹരിദാസചിത്തേ. അതു ഹേതുവായിട്ട് ലോകത്തിൽ സ്വപ്രഭാവത്തെ കാണിപ്പാൻ സമർത്ഥങ്ങളായിരിക്കുന്നുവെങ്കിലും കലികാല ദോഷങ്ങൾ ഭവതിയെ നോക്കുവാൻ പോലും സമർത്ഥങ്ങളാകയില്ല. ഇപ്രകാരം സനകാദികളുടെ കൽപ്പന ലഭിച്ച തൽക്ഷണം ഹരിദാസന്മാരുടെ ചിത്തത്തിൽ ഭക്തി വസിച്ചു. ശ്ലോകം 73. സകലഭുവനമധ്യേ നിർധനാസേവിതന്യ നിവസതി ഹൃദിയേഷാം ശ്രീഹരേർഭക്തിരേക ഹരിരവിനിജലോകം സർവദാതാ വിഹായ പ്രവിശതി ഹൃദിയേഷാം ഭക്തിസൂത്രോവനദ്ദഃ. സകലഭുവനമധ്യേ നിർധനാസേവിതന്യ നിവസതി ഹൃദിയേഷാം ശ്രീഹരേർഭക്തിരേക ഹരിരവിനിജലോകം സർവദാതോ വിഹായ പ്രവിശതി ഹൃദിയേഷാം ഭക്തിസൂത്രോവനദ്ദഃ. സകല ഭുവനമധ്യേ സകല ഭുവനങ്ങളുടെ മധ്യത്തിൽ നിർധന അവിടെ ധന്യ. നിർധനന്മാരാണെങ്കിലും അവർ ധന്യന്മാരാകുന്നു. യേഷാം ഹൃദി യാതൊരുത്തരുടെ ഹൃദയത്തിൽ ശ്രീഹരേ ശ്രീഹരിയുടെ പേരിൽ ഏകാഭക്തി നിവസതി ഏകയായ ഭക്തി നിവസിക്കുന്നുവോ ഹരി അവി ഹരിയും സർവദാ സർവവിധത്തിലും ഭക്തിസൂത്രോവനദ്ധ ഭക്തിയാകുന്ന ചരടിനാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് നിജലോകം വിഹായ സ്വന്തം ലോകത്തെ ഉപേക്ഷിച്ചിട്ട് തേഷാം ഹൃദി അവരുടെ ഹൃത്തിൽ പ്രവിശതി പ്രവേശിക്കുന്നു. ഏതൊരുത്തരുടെ ഹൃദയത്തിൽ സകല ദുഃഖങ്ങളെയും സംഹരിച്ച് പരമാനന്ദത്തെ നൽകുന്ന ശ്രീഹരിയുടെ പേരിൽ നിശ്ചലമായ ഭക്തി നിരന്തരം പ്രതിഷ്ഠയെ പ്രാപിച്ചിരിക്കുന്നുവോ അവർ സകല ലോകങ്ങളിൽ വെച്ചും മഹാദരിദ്രന്മാരാണ് എന്നിരിക്കൽ കൂടെ മഹാഭാഗ്യവാന്മാരാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഭക്തിയാവുന്ന രജ്ജുവിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി സ്വലോകമായ വൈകുണ്ഠത്തെ എല്ലാം കൊണ്ടും ഉപേക്ഷിച്ചിട്ടും അവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു. അഹോ ഭക്തി വൈഭവം അവർണ്ണനീയം. ശ്ലോകം 74. ബ്രഹ്മോദ്യതേകമധികം മഹിമാനമേവം ബ്രഹ്മാത്മകസ്യ ഭുവി ഭാഗവതാവിദസ്യ യസ്സംശ്രയ നിഗതനാലഭതേ സുഭക്ത ശ്രോതാവി കൃഷ്ണ സമതാം അലമന്യധർമ്മൈ. ബ്രഹ്മോദ്യതേ കിമധികം മഹിമാനമേവം ബ്രഹ്മാത്മകസ്യ ഭുവി ഭാഗവതാവിദസ്യ യസ്സംശ്രയ നിഗതനാലഭതേ സുഭക്ത ശ്രോതാവി കൃഷ്ണ സമതാം അലമന്യധർമ്മൈ. ഭാഗവതാവിദസ്യ ബ്രഹ്മാത്മകസ്യ
ഭാഗവതമെന്ന് പേരോടുകൂടിയ വേദസ്വരൂപത്തിൻ്റെ മഹിമാവിനെ ഏവം ഇങ്ങനെ തേ അധികം കിം ബ്രൂമ അങ്ങയോടധികമം എന്തിനു പറയുന്നു. ഭൂവി ഭൂലോകത്തിൽ യത് സംശ്രയാ യാതൊരുന്നിൻ്റെ ആശ്രയം കൊണ്ടും നിഗതനാൽ ഉച്ചാരണം കൊണ്ടും സുവക്താം ശോഭനമായി വ്യാഖ്യാനിക്കുന്നവനും ക്രോധാവി ശ്രവിക്കുന്നവനും കൃഷ്ണസമതയെ ലഭിക്കുന്നു. അന്യധർമ്മൈഹി അലം ഇതരധർമ്മങ്ങൾ ആവശ്യമില്ല. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉത്കർഷത്തെ വർണ്ണിച്ചുകൊണ്ട് അധ്യായത്തെ സമർപ്പിക്കുന്നു. ഹേ നാരദമുനെ, ഭാഗവതം എന്നത് വേദത്തിനുള്ള മറ്റൊരു പേരെന്ന് മാത്രമേയുള്ളൂ. അതിൻ്റെ മഹിമയെ ഞങ്ങൾ അങ്ങയോട് അധികം എന്തിനായിട്ട് പറയുന്നു. ഭൂലോകത്തിലുള്ള ഏതൊരുവൻ അതിനെ സാദരം സേവിക്കുന്നുവോ, ഉച്ചരിക്കുന്നുവോ, ഭക്തിപൂർവം വ്യാഖ്യാനിക്കുന്നുവോ, കേൾക്കുന്നുവോ, ഇവരെല്ലാവരും ആനന്ദസ്വരൂപനായ ശ്രീകൃഷ്ണൻ്റെ സാദൃശ്യത്തെ പ്രാപിക്കുന്നു, ആനന്ദസ്വരൂപനായി ഭവിക്കുന്നു. ആത്മാനന്ദം അനുഭവപ്പെടുത്തുവാൻ ഇത്ര ശക്തി മറ്റൊരു ധർമ്മത്തിനുമില്ലാത്തതിനാൽ അന്യധർമാനുഷ്ഠാനങ്ങൾ ആവശ്യമില്ല. ഭാഗവത സേവ കൊണ്ട് തന്നെ പരമപുരുഷാർത്ഥം പ്രാപിക്കും. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരകാണ്ഡേ ശ്രീമദ്ഭാഗവത മാഹാത്മ്യേ ഭക്തികഷ്ടനിവർത്തനം നാമ തൃതീയോധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശാന്തി ശാന്തി.